just for one day together, but we fly away and we find all our dreams woven up in the stars. And time wouldn't wait, but it wouldn't have to. Forever I'd stay right there beside you, 'cause all that I need is always wherever you are. Oh, let's get lost in a daydream. Over and over we'll fall, lost in time, never ending. Oh, 'cause I know നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സീയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ വലിയ പുരുഷന്മാരെയും വലിയ ഋഷിമാരെയും ഞങ്ങളുടെ മുൻ തലമുറകളെയും കർത്താവെ ഞങ്ങളുടെ തലമുറകളെയും വഴി നടത്തുന്ന വിധങ്ങൾക്കായിട്ടും അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന എല്ലാ കൃപകൾക്കായിട്ടും നന്ദിയോടുകൂടി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സുവിശേഷത്തിന് വേണ്ടി നിലനിൽപ്പാൻ, ദൈവത്തെ സ്നേഹിപ്പാൻ, കർത്താവെ ദൈവമക്കളെ ആദരിപ്പാൻ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ മക്കളെ അനവധിയായിട്ട് നീ സഹായിച്ചു, വഴി നടത്തി. എല്ലാത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം. കർത്താവ് കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഈ ലോകത്ത് അനേകായിരങ്ങൾ കർത്താവെ അനാഥരായിട്ട് ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളിൽ, കർത്താവെ തങ്ങളുടെ മാതാപിതാക്കന്മാർ ആരെന്ന് പോലും അറിയാതെ ജീവിക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ, കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള അനുഗ്രഹിതരായിട്ടുള്ള മാതാപിതാക്കന്മാർക്കായിട്ടും അവരുടെ ജീവിതത്തിനായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ കീശേരിൽ ഭവനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ സുവിശേഷത്തിന് വേണ്ടി നിലനിൽപ്പാനായിട്ട് മുൻ തലമുറകളെ ഒക്കെ കർത്താവ് സഹായിച്ചു. ചെറുതലമുറകളെയും കർത്താവ് വഴി നടത്തുന്ന വിധങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നല്ലാതെ ജീവിതത്തിൽ ഒന്നും അവകാശപ്പെടാനായിട്ടും നേടുവാനായിട്ടും ഇല്ലല്ലോ. ദൈവത്തിന്റെ കരുണയിലും അവന്റെ അമിത ബലത്തിലും കൂടുതലായി ആശ്രയിപ്പാൻ തക്കവണ്ണം അവരുടെ മാതാപിതാക്കന്മാർക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇന്ന് അമ്മച്ചി ഇന്ന് ഈ മധ്യത്തിലുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ തങ്ങൾക്ക് ലഭിച്ചതായിട്ടുള്ള കുഞ്ഞുങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് ബോവസിന്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങളെല്ലാം ഒരുങ്ങി പ്രാർത്ഥിച്ച് നിന്റെ മകനുമായിട്ട് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നതായിട്ടുള്ള സമയത്ത് കർത്താവെ ഈ ഭൂമിയിൽ ജനിപ്പാനും ജീവിപ്പാനും ഒക്കെ തന്റെ മകന് കൊടുത്തതായിട്ടുള്ള സൗഭാഗ്യങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ചെറുപ്രായം മുതൽ ദൈവത്തെ അറിവാനും ദൈവത്തെ സ്നേഹിപ്പാനും കൊടുത്ത എല്ലാ സൗഭാഗ്യങ്ങൾക്കായിട്ടും നന്മകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ നിന്റെ മകനായിട്ട് ഒരുക്കപ്പെട്ടതായിട്ടുള്ള വിദ്യാഭ്യാസം, കർത്താവെ മറ്റ് കാലയളവുകൾ, ജോലി എല്ലാം കർത്താവിന്റെ അനുഗ്രഹമായിരുന്നല്ലോ. നന്ദിയോടുകൂടി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ അവരുടെ ജീവിതത്തിനായിട്ടൊക്കെ നന്ദിയോടുകൂടി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് തിരുസഭയുടെ മുൻപാകെ കർത്താവെ ഇന്ന് ആലയത്തിൽ വെച്ച് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിലൂടെ നിന്റെ മക്കൾ ഒരുമിച്ചാകുന്നതായിട്ടുള്ള സമയം മുതൽ ദൈവിക സാന്നിധ്യവും സഹായവും ദൈവകൃപയും നിന്റെ മക്കളുടെ മേൽ നേടിടുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന് വേണ്ടി
പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മകൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഒരുങ്ങിയാണല്ലോ. നന്ദിയോടുകൂടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. മനോഹയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. അതുപോലെ തന്നെ ദൂരെയായിരിക്കുന്ന അക്ഷയൻ ദൈവകരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ മക്കൾ ഒരുമിച്ച് ജീവിച്ചു. കർത്താവെ, ഇന്ന് ജീവിതത്തിന്റെ ഒരു സുപ്രധാനമായിട്ടുള്ള വഴിത്തിരിവിലേക്ക് തിരിയുന്നതായിട്ടുള്ള സമയത്ത് ദൈവികമായിട്ടുള്ള സകല ആലോചനയാലും ദൈവകൃപയാലും നിന്റെ മക്കളെ നിറയ്ക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിന്റെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ തക്കവണ്ണം ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടുകൂടി ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവനാമത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് മടങ്ങിപ്പോകുവാൻ തക്കവണ്ണം കർത്താവെ നീ സഹായിച്ചാണ്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വരുന്നവരെയൊക്കെ കർത്താവ് ആശീർവദിക്കണമേ, ദൈവകൃപയിൽ നിറച്ചു കൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായി അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ക്രിസ്തു യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, വിവാഹ ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതായിട്ടുള്ള പ്രിയമകന്റെ മേൽ, അവനായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയമകളോട് ബന്ധപ്പെടുന്നതായിട്ടുള്ള ഇരു ഭവനങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. I lose my breath whenever I see you. You stole my heart, what is it that you do? My life was great till you added colors. Like the moon needs the sun, we don't care about the others. You set my world on fire. You're my heart's desire. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Please tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I don't know what I'd do without you. You make me smile, what is it that you do? My life was great till you added colors. Like the moon is the sun, we don't care about the others. You set my
just wanna love you, just wanna hold you, just wanna be with you till we grow old. Tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. I just want you, I just need you. I don't know what it is you do. I just want you, I just need you. I don't know what it is you do. I just wanna love you, just wanna hold you, just wanna be with you till we grow old. Just tell me you'll stay or take me away. I want you for myself every single day. You set my world on fire. You set my world on fire. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിയും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ നിസ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോ നിസ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമം വന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാറയ്ക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അർഹിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകി തന്ന് നാളിതുവരെയും ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി പരിപാലിച്ച പ്രിയ കർത്താവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രഭാതം കണ്ടുണരുവാൻ കർത്താവെ ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചേർന്ന് ഈ പ്രിയ ഭവനത്തിൽ കൂടി തിരുമുഖത്തേക്ക് നോക്കുവാൻ എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഈ സമയത്ത് ഞങ്ങൾ പ്രിയപ്പെട്ട റോയ്ക്ക് വേണ്ടിയും ശ്രുതിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെ നീ വിളിച്ച് വേർതിരിച്ച് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ഞങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ആശ്രയിച്ച് നീ അവരെ അത്ഭുതകരമായി നടത്തിയ ദൈവമാണ്. ഞങ്ങളും നിന്നിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും നടത്തുന്ന ദൈവം നീയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും അത് കണ്ടുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ്റെ കൊണ്ട് നീ ഇടയാക്കുന്നു. ഓർത്ത് സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ മകൾക്ക് ഒരു നല്ല ആലോചനയെ നൽകി തന്നു. ആലോചനയുടെ പൂർത്തീകരണത്തിൽ എൻ്റെ കൃപ കൂടി ഉണ്ടായിരുന്നു. അവളുടെ ജീവിതത്തിൻ്റെ നാളിതുവരെയുള്ള അനുഭവങ്ങളിൽ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. നന്നായി പഠിക്കുവാൻ, ജോലി ചെയ്യുവാനൊക്കെയുള്ള കൃപ നീ നൽകിക്കൊടുത്തു. എൻ്റെ മകൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബോസിന് വേണ്ടി പ്രാർത്ഥിക്കും. അവൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറയത്തക്ക വിധത്തിൽ നീ വിളിച്ച് വേർതിരിച്ച് നിന്റെ ആലോചനയാൽ ഇത് നിർവഹിക്കപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടെ കർത്താവെ, ഞങ്ങൾ നിന്റെ ആലയത്തിൽ വിശുദ്ധ വിവാഹ കൂദാശയ്ക്കായി ഒരുക്കി പുറപ്പെടുമ്പോൾ ഞങ്ങളുടെ പ്രിയ സൂസനെയും ബോസിനെയും നീ അനുഗ്രഹിക്കുകയും വിശുദ്ധ വിവാഹ കൂദാശയിലൂടെ നിന്റെ കുഞ്ഞുങ്ങളെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും കുടുംബജീവിതത്തിന്റെ ധന്യതയിൽ ജീവിതാന്ത്യം വരെ നിലനിൽപ്പാൻ നീ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, ഗ്രാൻഡ് പേരൻസ്, പ്രിയപ്പെട്ടവർ എല്ലാവരും കൂടി വരുവാൻ്റെ കൊണ്ട് നീ സഹായിച്ചു. ഇതൊക്കെ കാണുവാനുള്ള ഭാഗ്യവും പദവിയും ആയുസ്സും ആരോഗ്യവും നീ അവർക്ക് നൽകി കൊടുത്തു. പ്രത്യേകിച്ച് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. റജുവിനെയും കുടുംബത്തെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കായും സ്തോത്രം. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഈ നിന്റെ മകളോടും അവൾ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തോടും നിന്റെ മക്കൾ ഇരുവരോടും കൂടെ ഉണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ കർത്താവിനെ മാനിച്ച് സേവിച്ച് ആരാധിച്ച് ജീവിപ്പാനുള്ള കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് നീ നൽകിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് യാത്ര പുറപ്പെട്ട കീഴിലത്തേക്ക് പോകാനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആപത്തും അനർത്ഥവും അപകടവും കൂടാതെ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് ആ വിശുദ്ധ ശുശ്രൂഷയിൽ സംബന്ധിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമേ. കർത്താവെ, നാട്ടിൽ നിന്ന് വരുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ യാത്രയിലായിരിക്കുന്നല്ലോ, തക്ക സമയത്ത് നീ എല്ലാവരെയും കൂട്ടിവരുത്തണമേ. ഞങ്ങളുടെ ബലഹീന പ്രാർത്ഥന നീ കേട്ടതിനായി സ്തോത്രം. ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോട് കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, ഏകപുത്രന്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം നടത്തിയിട്ടുണ്ടാവും. എന്റെ മകൾക്കായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബോവസിനോടും ഇരു കുടുംബങ്ങളോടും ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളോടും തുറന്നുള്ള സൽക്കാരാദികളോടും നിന്റെ കുഞ്ഞുങ്ങൾ പ്രവേശിക്കുന്ന കുടുംബജീവിതത്തോടും കൂടെ ഇരുന്ന് എല്ലാ കൃപ കൊണ്ടും അനുഗ്രഹം കൊണ്ടും ആശീർവദിക്കുമാറാകട്ടെ.
സുഹൃത്തുക്കൾ, ദൈവമക്കൾ, പ്രിയപ്പെട്ട പൗരന്മാർ എല്ലാവർക്കും
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം വന്ദനവും അറിയിക്കുന്നു. പ്രിയ അച്ഛനോടെ സെന്റ് തോമസ് മാൻഡലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഏത് ശുശ്രൂഷയുടെയും ഏറ്റവും പ്രാധാന്യമേറിയ ഭാഗം ദൈവവചനത്തിനുള്ള ശുശ്രൂഷയാണ്. ഇന്ന് ഈ വിഭാഗത്തിന് ദൈവവചനത്തിൽ നിന്ന് ഈ പ്രിയപ്പെട്ട മലവാളിനും ഗുണപാഠിക്കും അതോടൊപ്പം തന്നെ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും തരുവാനുള്ള ദൈവിക സന്ദേശം എഫെസ്യർ 5-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളുണ്ട്. Ephesians chapter 5 verses 22 to 33. Let me read in English. Wives, submit to your husbands as to the Lord. For the husband is the head of the wife, as Christ is the head of the church, his body of which he is the Savior. Now as the church submit to Christ, so also wives should submit to their husbands in everything. Husbands, love your wives just as Christ loved the church and gave himself up for her, to make her holy, cleansing her by washing with water through the word, and to the present out to himself as a radiant church, without stain or wrinkle or any other blemish, but holy and blameless. In the same way, husbands ought to love their wives as their own bodies. He who loves his wife loves himself. After all, no one ever hated his own body, but he feeds and cares for it, just as Christ does the church. For we are the members of his body. For this reason, a man will leave his father and mother and be united to his wife, and the two will become one flesh. This is a profound mystery, but I am taking about Christ and the church. However, each one of you also must love his wife as he loves himself, and the wife must as well her husband. Shall we pray? സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണപ്രദനായ ഞങ്ങളുടെ ദൈവമേ സത്യപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കായി ഒരുങ്ങിക്കടന്നു വന്നിരിക്കുന്ന പ്രിയ ബോസിനെയും ശുശ്രൂഷയും ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയുടെ സമയത്ത് ദൈവവചനത്തിൽ നിന്ന് ഞങ്ങളെ പ്രസംഗം കേൾക്കുന്നതിനും അതിനോട് പരിശ്രമത്തോടെ ഇരിക്കാനും നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമായി നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും സുശേഷകരെയും സേവനയും കഷ്ടന്മാരെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, ദൈവമാറാവണമേ. ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ലഭിച്ച അവസരം ഒരു പദവിയായി വളരെ സന്തോഷത്തോടെ ഞാനത് കരുതുന്നു. ഈ ഒരു അവസരം ഒരുക്കി തന്ന ബഹ്റൻ ഇടവകാരി ബഹുമാനപ്പെട്ട അനീഷ് കാച്ചാച്ചനോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുക. എൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ പല വിവാഹ ശുശ്രൂഷകളിലും ദൈവവചനത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും പ്രിയ ബോസനോട് ആവശ്യപ്പെട്ടത് എൻ്റെ ബോസന വിവാഹത്തിന് ഈ രീതിയിലുള്ള ഒരു സന്ദേശം കൊടുക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള ഒരു പടവാളൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ഒരു പടവാളിന്റെ വിവാഹത്തിന് ദൈവവചനം പ്രസംഗിക്കുന്നത്. തന്റെ ആഗ്രഹവും താല്പര്യവും ആ ദൈവവചനത്തിൽ കൂടി കൊടുക്കത്തക്കവണ്ണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള ആ സന്ദേശമാണ് ഞാൻ ദൈവകൃപയിൽ പ്രാർത്ഥനാപൂർവ്വം തയ്യാറാക്കിയിരിക്കുന്നത്. ബോസിനെയും സൂസനെയും എനിക്ക് വളരെ വ്യക്തമായി പരിചയമാണ്. അവരുടെ വിവാഹമൊരുക്ക ക്ലാസ്സിൽ എനിക്ക് അവരോട് സമയം ചെലവിടുവാൻ അവസരം ലഭിച്ചു. അതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് അവരോട് പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്നും പുതിയതായ ഒന്നും എനിക്ക് പങ്കുവയ്ക്കാനില്ലെങ്കിലും ഒരു സുവിശേഷത്തിന്റെ
സാരാംശം ഇന്ന് ഈ വിവാഹ ശുശ്രൂഷയുടെ പ്രസംഗത്തിൽ ഈ പ്രിയപ്പെട്ടവർക്ക് മാത്രമല്ല ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കണം എന്നുള്ള താല്പര്യത്തോടെയാണ് ഈ ദൈവവചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. വിവാഹം എല്ലാവരും വളരെ താല്പര്യപൂർവ്വം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അത് നടക്കുന്നത് ദൈവത്തിന്റെ സമയത്താണ്. ദൈവമാണ് എല്ലാ കാര്യങ്ങളും നന്നായി മനോഹരമായി ചെയ്യുന്നത്. ഈ വിവാഹം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ സമയത്ത് ഇവിടെ നടക്കുന്നുവെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. കാരണം ഇവർ രണ്ടുപേരും കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവർ രണ്ടുപേരും ദൈവ പൈതലുകളാണ് എന്ന വ്യക്തമായ ബോധവും ഉറപ്പും എനിക്കുള്ളതുകൊണ്ടും അവരുടെ വിവാഹ ഒരുക്ക ശുശ്രൂഷയിൽ അവരുമായി ചിലവിട്ടപ്പോൾ അവരൊരു ക്രിസ്തീയ വിവാഹത്തിനു വേണ്ടിയാണ് ഒരുങ്ങുന്നതിനുള്ള വ്യക്തമായ ബോധ്യവും എനിക്കുള്ളതുകൊണ്ട് ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും ഈ വിവാഹ ശുശ്രൂഷയിൽ ദൈവവചനം പകർന്നു നൽകുന്നതിനും ഉള്ള അവസരം ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. എങ്ങനെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സ്ട്രോങ് ക്രിസ്ത്യൻ മാരേജ് നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു? ഞാൻ രാവിലെ ഈ സന്ദേശമായിട്ട് ഇരുന്ന സമയത്ത് ഒരു ആർട്ടിക്കിൾ എൻ്റെ മുന്നിൽ വന്നു. ഞാനത് വായിച്ചപ്പോൾ ഏകദേശം 70 വർഷക്കാലം കുടുംബജീവിതത്തിൽ പിന്നിട്ട രണ്ട് പ്രിയപ്പെട്ടവർ വലിയ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പോയി ഈ പ്രായമായ ഈ മാതാവും പിതാവും അവരുടെ 70ാമത്തെ വിവാഹ വാർഷിക സമയത്ത് അവർ പരസ്പരം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ വായിക്കുകയുണ്ടായി. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഹസ്ബൻഡ്, ഈ ഭർത്താവ് തൻ്റെ പ്രിയതമയോട് ഇങ്ങനെ പറഞ്ഞു, ഐ ആം റിയലി പ്രൗഡ് ഓഫ് യു. നിന്നെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം ഉണ്ട്. അപ്പം ആലോചിച്ചതിന് ശേഷം തൻ്റെ സഹധർമ്മിണി ഭർത്താവിനോട് പറഞ്ഞു, ഐ ആം റിയലി ടയർഡ് ഓഫ് യു. നിങ്ങളെക്കുറിച്ച് ഞാൻ വളരെ ക്ഷീണിതനായിരിക്കുന്നു. അത്രത്തോളം എനിക്ക് വലിയ അഭിമാനമൊന്നും തോന്നുന്നില്ല. ഇതൊരു പക്ഷേ എല്ലാവരുടെയും അല്ലെങ്കിലും നല്ലൊരു പങ്ക് കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നവരുടെയും ഒരു വലിയൊരു സാക്ഷ്യമാണ്. ഇനി വിവാഹ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ അഭിവന്ധ്യ വെങ്കടേശ്വരി തിരുമേനിയുടെ 60ാമത്തെ വിവാഹ വാർഷികം അവർ കൊച്ചുമേഖലയോട് ആഘോഷിച്ച് എത്ര സന്തോഷത്തോടെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിൻ്റെ ഉടമകളായി ഇന്നും ദൈവജനത്തിനും ദൈവസഭയ്ക്കും സമൂഹത്തിനും ഞങ്ങളെപ്പോലെല്ലാവർക്കും ഒരു അനുഗ്രഹവും അഭിമാനവുമായിട്ടിരിക്കുന്ന പ്രിയ തിരുമേനിയുടെ 60ാമത്തെ വിവാഹ വാർഷികത്തിന് ശേഷമാണ് തിരുമേനി ഈ വിവാഹ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരെ നോക്കി നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും, എത്ര മനോഹരം, എത്ര സന്തോഷം, എത്ര അഭിമാനം, എത്ര അനുഗ്രഹം ക്രിസ്തീയ കുടുംബജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നത്. ഒരിക്കലും നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് തിരിച്ചറിയുന്നത്, അതായത് എനിക്ക് നിങ്ങളെക്കുറിച്ച്, എൻ്റെ വിവാഹത്തെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് ഉപയോഗിച്ചൊന്നും പറയാനില്ല, ഇതൊക്കെ വന്നുപെട്ടുപോയി എന്നുള്ള ഒരു സാക്ഷ്യമല്ല നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അടിസ്ഥാനം ക്രിസ്തുവിൽ മാത്രമാണ്. ക്രിസ്തുവിൽ പണിയാത്ത ഒരു കാര്യം നിലനിൽക്കുന്നില്ല എന്നുള്ള ബോധ്യം നമ്മളെ ഓരോരുത്തരെയും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഫൗണ്ടേഷൻ ഓഫ് സ്ട്രോങ് മാരേജ് ഈസ് നോൺ നെഗോഷ്യബിൾ. ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതിന്റെ അടിസ്ഥാനം ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടാത്ത ഒരു പണി നിലനിൽക്കുന്നില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇവർ വിവാഹ ഒരുക്ക ക്ലാസ് ഞാൻ മാത്രമല്ല ഇവരെ എടുത്തത് EGF-ന്റെയും ക്ലാസ് ഇവർ രണ്ടുപേരും സംബന്ധിച്ചതാണ്. അതുകൊണ്ട് അവർക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ള ഒരു കാര്യം, ക്രിസ്തുവാണ് അവരുടെ ജീവിതത്തിന്റെ വിവാഹത്തിന്റെ അടിസ്ഥാനം എന്നുള്ളത്. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നമ്മുടെ സ്വന്തം ഇഷ്ടം കൊണ്ടാണ് നമ്മുടെ അടിസ്ഥാനം
ഒരുപക്ഷെ അത് നമ്മുടെ പരാജയത്തിലേക്ക് നയിക്കും. എന്നാൽ സ്ഥലത്തെയും ജയിച്ച ഇന്നും രാജാവായി ജീവിക്കുന്ന ക്രിസ്തുവിനെ നിഷ്ഠിക്കപ്പെട്ട് നമ്മുടെ കുടുംബജീവിതം നമുക്ക് മുമ്പോട്ട് പോയാൽ അതിലേക്ക് നിലനിൽക്കുന്നത് മാത്രമല്ല, അതായത് ഇന്നും നമ്മുടെ മുന്നിൽ അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ മാതൃകകളായി നിലനിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ അനുഭവം ഇന്നും വിളിച്ചോതുന്നത് ക്രിസ്തുവിൽ അവരടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ കുടുംബജീവിതം ഇന്നും നിലനിൽക്കുന്നത്. പ്രിയ ബോസിനെയും സുസിനെയും ക്രിസ്തീയ കുടുംബജീവിതം കർത്താവിന്റെ വരവോളം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബോധ്യമുള്ള ഒരു കാര്യം ഇതാണ്. എനിക്ക് നിങ്ങളോട് സ്നേഹത്തോട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ക്രിസ്തു എന്ന അടിസ്ഥാനം. ഇനി ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ ദ ഫണ്ടമെന്റൽസ് ഓഫ് സ്ട്രോങ് മാരേജ്, അതായത് ചില പ്രിൻസിപ്പിൾസ് നമ്മുടെയൊക്കെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. എന്താണ് ആ പ്രിൻസിപ്പിൾസ്? ഇവിടെ സഭയും യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി പലതരത്തിലുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽസ് ഇവിടെ പറയുന്നുണ്ട്. സമയത്തിന്റെ പരിമിതി കൊണ്ട് കൃത്യസമയത്ത് ഇതൊക്കെ നിൽക്കേണ്ടതുണ്ട്. അതായത് വളരെ ലളിതമായി നിങ്ങളോട് പറയുന്ന ഒന്നാമത്തെ ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് 1 Corinthians 13-ാം അധ്യായം പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതായത് ക്രിസ്തു എങ്ങനെ തന്റെ സഭയെ സ്നേഹിച്ചു, അതിനകത്ത് യാതൊരു കറയുമില്ലായിരുന്നു, അതിനകത്ത് യാതൊരു വിധമായ വ്യത്യസ്തതയുമില്ലായിരുന്നു, സമാനതകളില്ലാത്ത സ്നേഹം. വേണമെങ്കിൽ അതിനെങ്കിൽ നമുക്ക് പറയാം സാക്രിഫിഷ്യൽ ലവ്. ഇന്ന് പലപ്പോഴും സ്നേഹത്തിന്റെ ഏറ്റവും ഉള്ള ഒരു പ്രകടമായ അനുഭവമായി മാറേണ്ടത് നമ്മുടെ കുടുംബജീവിതമാണ്. എവിടെയാണ് സ്നേഹം പ്രദർശിപ്പിക്കപ്പെടേണ്ടത്? വേറെ ഒന്നുമല്ല സ്നേഹം പ്രദർശിക്കപ്പെടേണ്ടത്. കുടുംബങ്ങളിലാണ് ഒരു സ്നേഹത്തിന്റെ ഒരു പ്രദർശനം ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൽ അധിഷ്ഠിതമായിരിക്കുന്ന ക്രിസ്തീയ കുടുംബജീവിതങ്ങളിൽ ഉണ്ടാകേണ്ടതായ ഫണ്ടമെന്റൽസ്, അതായത് സ്നേഹബന്ധത്തിന്റെ ഒരു എക്സിബിഷൻ ശാലയായി അത് മാറണം. സ്നേഹത്തെ കുറിച്ച് പൗലോസ് പറയുന്നത് ലവ് നെവർ ഫെയിൽസ്. നിങ്ങൾ അപൂർണരായ 2 മനുഷ്യരല്ല, നിങ്ങളെല്ലാവരും അപൂർണരാണ്. നമ്മൾ ഒത്തിരിയും കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, എന്നാൽ എല്ലാ പ്രതീക്ഷകളും പോവണിയണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെയുള്ള ഒരു ലോകത്തിലും സാഹചര്യത്തിലുമാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷക്കാരാകുന്ന കണ്ട് വിവിധ പ്രിയപ്പെട്ടവരുമായിട്ട് ഇടപെടുമ്പോൾ അവർ മനസ്സിലാക്കുന്ന വലിയ വലിയ കാര്യങ്ങളല്ല കുടുംബജീവിതത്തിൽ പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്. അത് നിശ്ചയമായും പ്രതീക്ഷിക്കപ്പെടേണ്ടതും പ്രദർശിപ്പിക്കപ്പെടേണ്ടതുമായ ഒരു കാര്യമാണ്. അതായത് സ്നേഹം എന്ന് പറയുന്ന ആ വലിയ ഒരു അനുഭവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ അത് പ്രദർശിപ്പിക്കണം. എങ്ങനെ പ്രദർശിപ്പിക്കണം? കർത്താവായ യേശു തന്റെ സഭയോടുള്ള വലിയ സ്നേഹത്താൽ പിതാവായ ദൈവം തന്റെ പുത്രനെ കാൽവരിയിൽ സമാനതകളില്ലാതെ നമുക്ക് വേണ്ടി തന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവൻ ലോകത്തെ സ്നേഹിച്ചു. കാരണം ആ സ്നേഹത്തിന്റെ പ്രതിയായിരുന്നു പുത്രനായ ക്രിസ്തുവിനെ ദൈവം നമുക്ക് ധനമായി തന്നത്. സ്നേഹം നമ്മളെല്ലാം ആർജിച്ചെടുക്കുന്നതാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടതുകൊണ്ട്, വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു ആ ദൈവസ്നേഹം നമ്മുടെ ഉള്ളിൽ നിറച്ചു. അതുകൊണ്ടാണ് ക്രിസ്തീയ കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് 2 വ്യക്തികൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് സ്നേഹത്തിന്റെ അനുഭവം ഇല്ലാത്തവരാണ്. എന്നാൽ ഒരാൾ ക്രിസ്തുവിലാകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ 2 പേരുടെയും ഹൃദയങ്ങളിൽ ഉള്ളിൽ ഈ ദൈവസ്നേഹത്തെ നിറയ്ക്കുമ്പോൾ ആ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു സെലിബ്രേഷനാണ് മാരേജ്. ഒരിക്കലും സ്നേഹത്തിൽ പിശക് കാണിക്കാൻ പാടില്ല. പല കുടുംബജീവിതങ്ങളും താറുമാറായി പോകുന്നത് സ്നേഹബന്ധത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയൊരു കുറവാണ് എന്ന് കാണാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. പ്രിയ അഭീഷ്മേറ്റൻ ഏകദേശം 2-3 മിനിറ്റ് ആലോചിച്ചിട്ടാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം വളരെ ഉദാത്തമായ ഒരു മറുപടി എനിക്ക് തന്നു. എൻ്റെ പപ്പ എൻ്റെ മമ്മിയെ വഴക്ക് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് എത്ര പേർക്ക് അത് പറയാനായിട്ട് സാധിക്കും? ഞാൻ നമ്മുടെ അഭിമുഖ തിരുമേനിയുടെ ഇല്ലിസ്ട്രേഷൻ്റെ ഉദാഹരണം ഞാനിവിടെ ഉച്ചരിച്ചു. ഞാൻ ഈ ശുശ്രൂഷയെ ലഭിച്ചു, പ്രിയ അരീഷിനെ കുറിച്ച് മറുപടിയെ ലഭിച്ചു. ഞങ്ങളുടെ ജിജിയെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ വാർത്ത പ്രസംഗിക്കാൻ പോവുകയാണ് എന്ന് ഓർമ്മപ്പെടുത്തിയതുകൊണ്ട്
അതായത് ഒരു വലിയൊരു പരീക്ഷയിൽ നിന്ന് ജയിക്കാനായിട്ട് സാധിച്ചു. ഇതുപോലെ നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. സ്നേഹം പ്രദർശിപ്പിക്കാതെ പോയ എത്രയോ അനുഭവം നമ്മുടെ കുടുംബബന്ധങ്ങളിൽ ഉണ്ട്. ഒരല്പസമയം നമ്മൾ മൗനമായി നിന്നു ആ കുടുംബബന്ധത്തിൽ നമ്മുടെ സ്നേഹത്തിന്റെ ഒരു അനുഭവമായി തീർന്നിരുന്നുണ്ട്. എത്ര സന്തോഷകരമായി ക്രിസ്തുവിന്റെ സഭയെ അങ്ങനെയാണ് സ്നേഹിച്ചത്. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുവാണ് the embodiment of life and love. സ്നേഹത്തിന്റെ മൂർത്തിഭാവം യേശു ക്രിസ്തുവാണ്. അത് കാൽവരി ക്രൂശിലെ സ്നേഹം. അത് ഒളിച്ചു വെക്കാനല്ല പ്രിയ ബോസ്, പ്രിയ സിസ്റ്റർ. അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഫണ്ടമെന്റൽ അനുഭവമായി തീരുന്നുവെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർ പറയും അവരുടെ അടിസ്ഥാനം ക്രിസ്തുവാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. രണ്ടാമത് അവിടെ ഓരോ സംശയം പറയുന്നു, വാക്കുകൾ പറയുന്നു, ലിവിങ്ങിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് രണ്ടാമതുണ്ടാകേണ്ടതായ ഏറ്റവും വലിയ ഒരു അനുഭവം ക്രിസ്തീയ ജീവിതത്തിൽ, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുന്ന ക്രിസ്തീയ ജീവിത ബന്ധങ്ങളിൽ ലോയൽറ്റി, പരസ്പരമുള്ളതായ നമ്മുടെ വിധേയത്വം. വിധേയത്വമില്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിധേയത്വമില്ലാത്ത ഒരു ലോകത്തിൽ. എന്നാൽ നമ്മളങ്ങനെയാകാൻ പാടില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങൾ അങ്ങനെയാകാൻ പാടില്ല. കാരണം നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. വെറും ഒരു ജഡോല്ലാസത്തിന് വേണ്ടിയല്ല നമ്മൾ ആരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതൊരു സ്പിരിച്വൽ എക്സസൈസാണ്. അതൊരു സ്പിരിച്വൽ റിലേഷൻഷിപ്പാണ്. പലതരത്തിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞാൻ ഈ പ്രിയപ്പെട്ട ക്ലാസ് എടുത്തപ്പോൾ ഏറ്റവും പ്രധാനമായി ഞാൻ പറഞ്ഞ ഒരു കാര്യം, മാരേജ് എന്ന് പറയുന്നത് സ്പിരിച്വൽ റിലേഷൻഷിപ്പ്. ആത്മീയ ജീവിതത്തിന്റെ ഒരു വലിയൊരു ബന്ധമാണ്. ആ ബന്ധത്തിൽ നമുക്ക് വേണ്ടത് പരസ്പരമുള്ള വിധേയത്വമാണ്. ആരാണ് വലുത്, ആരാണ് ചെറുത് എന്നുള്ള ഒരു ചോദ്യമല്ല നമുക്ക് അവിടെ ഉണ്ടാകേണ്ടത്. ക്രിസ്തു എങ്ങനെ തന്റെ ദൈവത്തെ തന്റെ പിതാവിനോട് എങ്ങനെ വിധേയപ്പെട്ട ദൈവസഭയെ സ്നേഹിച്ചു, അങ്ങനെയാണ് നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഉണ്ടാകേണ്ടതായ ഒരു അനുഭവം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ലിവിംഗ് എന്ന് പറയുമ്പോൾ അതൊരു പബ്ലിക്കാണ്. അവിടെ പറയുന്നത് നിന്റെ അപ്പനെയും നീ വിടുക. അത് ലോകം കാണുന്നു. വിവാഹം ചെയ്ത് അവിടെ പോകും. ഇന്ന് രാവിലെ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മച്ചി എന്നോട് ചോദിച്ചു, ഇവള് വിവാഹം ചെയ്ത് അവള് വേറെ വല്ലവരുടെയും വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെയായി തീരും? ഞാൻ അമ്മച്ചോട് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് അവർ വേറെ ആരുടെയും വീട്ടിലേക്ക് പോകുന്നില്ല, അവരുടെ സ്വന്തം ഭവനങ്ങളിലേക്കാണ് പോകുന്നത്. അതൊരു പബ്ലിക് ടെസ്റ്റിമണിയാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പനെ അമ്മയും വിടുക. എന്നാൽ ഒരു പ്രൈവറ്റ് അനുഭവമാണ് ലിവിംഗ്. അതൊരു രഹസ്യാത്മകത അതിനുണ്ട്. അതാണ് ഒരു മിസ്റ്ററി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു വലിയൊരു അനുഭവമുണ്ട്. ആ അനുഭവത്തിന്റെ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ പരസ്പരമുള്ളതായ ലോയൽറ്റി എത്രത്തോളം കാത്തമായിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തോട് ഞാൻ ഇടപെട്ട സമയത്ത് അവരൊത്തിരിയും അവരുടെ എക്സ്പെക്ടേഷൻ, ആസ്പിറേഷൻസ് ഒക്കെ എന്നോട് പറഞ്ഞു. അങ്ങനെയായി തീരണം, വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോകും, ഇന്ന രാജ്യത്തേക്ക് പോകും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതായ ഒരു കാര്യമുണ്ട്. ദൈവം ആഗ്രഹിക്കുന്ന ഒരു രണ്ട് കാര്യം നമ്മൾ നിന്ന് ആഗ്രഹിക്കുന്നു. യു മസ്റ്റ് ബി ഹോളി. നിന്റെ വിശ്വസ്ത ജീവിതത്തിൽ നീ വിശ്വസ്തരായിരിക്കണം. അതുമാത്രമല്ല, നിങ്ങൾ പരസ്പരം നിങ്ങളും വിശ്വസ്തരായിരിക്കണം. അതായത് നമ്മുടെ വിശ്വസ്ത ജീവിതവും നമ്മുടെ വിശ്വസ്തതയും നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. ആ കുടുംബ ജീവിതം ഒരു ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ട കുടുംബമല്ല എന്ന് പറയേണ്ടിയിരിക്കും. അത് വേദപുസ്തകം പറയിപ്പിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഫെയ്ത്ത്ഫുൾനെസ് നിശ്ചയമായിട്ട് ആകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ഇനിയും ഫ്രൂട്ട് ഓഫ് എ സ്ട്രോങ് മാരേജ്. എല്ലാത്തിനും ഒരു ഫലമുണ്ടല്ലോ, എല്ലാത്തിനും ഒരു ഫലമുണ്ട്. കർത്താവ് അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഫലം കഴിക്കേണ്ടതിന് വേണ്ടിയാണ് നിർത്തിയിരിക്കുന്നത്. അത് വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷ ജീവിതത്തിലാണെങ്കിലും ഫലം കഴിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അനുഭവമാണ്. എന്താണ് ആ ഫലം? നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫലം എന്ന് പറയുന്നത് ഒരു ശുദ്ധീകരണത്തിന്റെ ഫലമായിരിക്കണം. ഒരു വലിയൊരു വിശുദ്ധീകരണത്തിന്റെ ഫലമായിരിക്കണം. നിങ്ങളുടെ കുടുംബ ജീവിതം കാണുമ്പോൾ എത്ര വിശുദ്ധമാണോ, ശ്രേഷ്ഠമാണോ നിങ്ങളുടെ കുടുംബ ജീവിതമെന്ന് മറ്റുള്ളവർ പറയത്തക്ക രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് ഗ്ലോറിഫൈസ് ദി സേവിയർ. വേറെ ഒന്നുമല്ല, നിന്റെ രക്ഷകനെ, നമ്മുടെ രക്ഷകനെ കുടുംബ ജീവിതത്തിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു?
മഹത്വീകരിക്കുന്നു. അതല്ലാതെ വേറെ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? നമ്മുടെ കുടുംബജീവിതത്തിൽ കൂടി എന്റെ കർത്താവിനെ, എന്റെ രക്ഷകനെ മഹത്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നല്ല ഒരു ഫലമുണ്ട്. അതാണ് പ്രിയ ബോസ് എന്നോട് ആവശ്യപ്പെടുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയണം. എന്താണ് പറയേണ്ടത്? നിങ്ങളുടെ കുടുംബജീവിതത്തിൽ മഹത്വീകരിക്കപ്പെടേണ്ടത് നിങ്ങളല്ല, ക്രിസ്തുവാണ് മഹത്വീകരിക്കപ്പെടേണ്ടത്. ഓരോ കുടുംബങ്ങളെയും സമൂഹം നോക്കുന്നു. ഓരോ കുടുംബങ്ങളെയും സമൂഹം ഇന്ന് വളരെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്തീയ കുടുംബങ്ങളെ സമൂഹം വീക്ഷിക്കുന്നു. ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തു മഹത്വീകരിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമ്മുടെ ക്രിസ്തീയ കുടുംബ ജീവിതത്തിൽ കൂടി കർത്താവിനെ സാക്ഷീകരിക്കും. ഞാൻ പറഞ്ഞ ബഹുമാനപ്പെട്ട തിരുമേനിയുടെ 60 വർഷത്തെ കുടുംബ ജീവിതത്തിൽ കൂടി അവർ ചെയ്തെടുക്കുന്നത് ക്രിസ്തുവിനെ സാക്ഷീകരിക്കാൻ പോകുന്നു. ഈ പ്രായത്തിൽ ഇവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാനുള്ള ആ ഊർജ്ജവും താല്പര്യവും ഒക്കെ എങ്ങനെയെങ്കിലും പോകുന്നിടത്ത് ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്ന കുടുംബജീവിതം ദൈവം നിങ്ങളിൽ നിന്ന് അത് ആഗ്രഹിക്കുന്നു. അത് മാത്രമല്ല, ഇൻസ്ട്രക്ട് നെക്സ്റ്റ് ജനറേഷൻ Ephesians 6:1-2 പറയാണ്, നിങ്ങളുടെ കുടുംബജീവിതത്തെ എന്തിനു വേണ്ടിയാണ്? വരും തലമുറയെ പരിശീലിപ്പിക്കാനുള്ള വലിയൊരു അനുഭവം. ഇങ്ങനെയൊരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നു. എത്ര ശ്രേഷ്ഠവും മഹനീയവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. ആ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കുടുംബങ്ങൾക്ക് വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? മറ്റുള്ളവർ പഠിക്കട്ടെ, ക്രിസ്തുവിനെ കാണട്ടെ, ക്രിസ്തുവിനെ അവർ മനസ്സിലാക്കട്ടെ. ഇങ്ങനെ വെറുമൊരു കുടുംബജീവിതമായിട്ടല്ല ദൈവം നിങ്ങളെ പഠിച്ചിരിക്കുന്നത്. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ, ഒരു ഫ്രൂട്ട്ഫുള്ളായ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ കുടുംബജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഈ സമൂഹം ആഗ്രഹിക്കുന്നു, ഈ സഭ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെതായ ഈ അനുഭവം ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രിയ ബോസ്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിനെ അടിസ്ഥാനപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ട്രോങ് ഒരു മാരേജ് ലൈഫ് ദൈവം നമുക്ക് തരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വചനങ്ങൾ പ്രത്യേകിച്ച് ബോസിനെയും സുസിനെയും ദൈവവചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ആലയത്തിൽ കടന്നു വരുവാനും ഈ വിശുദ്ധ സൂക്ഷിയിൽ ആയിരിക്കാനും ഇടയാക്കുന്ന സ്തോത്രം. നമ്മുടെ മാതാപിതാക്കൾക്കായി, ബന്ധുജനങ്ങൾക്കായി സ്തോത്രം. ഇത്രത്തോളം അവരെ വളർത്തുവാനും അവരെ കരുതുവാനും അവർക്ക് വേണ്ടി കരയുവാനും നീ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. നിങ്ങൾ കേൾപ്പിച്ച വചനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവാകും. അങ്ങനെയെങ്കിൽ അത് സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടതാണ്, അത് യാഗത്താൽ ബന്ധിക്കപ്പെട്ടതാണ്. മാത്രമല്ല, അത് ഫലം പുറപ്പെടുവിക്കുന്നതും ദൈവനാമം മഹത്വപ്പെടുത്തുന്നതുമാകും. ആകിയാൽ പ്രിയപിതാവേ, സ്വർഗീയ കുടുംബത്തിന്റെ നിഴലായ ആക്കുലാരുടെയും ക്രിസ്തുലാരുടെയും കുടുംബജീവിതമായതോടെ ഈ പ്രിയപ്പെട്ടതായ സൂസിന്റെയും കുടുംബജീവിതം നീ ആശീർവദിക്കണം. നിന്റെ വചനമേ പാർത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായ സ്തോത്രം. വചനം വളരെ മാധുര്യമായി ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ട മണവാളനും മണവാട്ടിയും ശ്രദ്ധയോടെ ഇരുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അത് അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കണം. നിന്റെ വരവിനായി ഒരുക്കണം. ഞങ്ങളുടെ അഭിവന്ദ തിരുമേനിക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. 60 വർഷക്കാലം ഇടം ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ച് ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയദാസ മകനെ, ഞങ്ങളുടെ ബിഷപ്പിനെ നീ ഒരുക്കിയതോട് സ്തോത്രം. തുടർന്ന് കൂടിയിരിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. Exhortation to the bride's bishop and the bride groom August. Though it is meant for them, it's a warning for those who are yet to be married, looking forward to marriage, and also it's a reminder for those who are married. Dearly beloved, we are gathered here in the presence of God as an assembly of God's people to unite this man and this woman in holy matrimony. The Bible informs us that in the beginning of time, knowing that it is not good for a man to be alone,
God created woman to be a helpmate suitable to him. It is the biblical foundation for all marriages. Marriage envisions a unique relationship between a man and his wife, raised in different upbringings. Further, in marriage, a man leaves his father and his mother to cleave his wife, and thereby they become one flesh, a single unit. As stated above, marriage is an institution established by God with the definite objectives, and it represents the mystical union that exists between the Messiah and his church. It is significant to note that the Lord himself endorsed the legality and legitimacy of marriage in the presence at the wedding of Cana, Galilee. Marriage is a sacred institution. The epistle to the Hebrews asserts that marriage is honorable for all and the bed undefiled, pointing to the nature, sanctity, and solemnity. Therefore, its sanctity cannot be overlooked or disregarded under any pretext. Further, in marriage, a woman is permanently united with her husband, as the church is in union with Christ, her groom. According to Apostle Paul, marriage is an essential mystery which should be taken seriously by both the parties. That necessitates that none should enter the holy estate of marriage carelessly, indiscreetly, or without knowing the purpose of marriage or for sensual indulgence. Instead, they should gain acceptance to it solemnly and with an accurate sense of accountability. Biblically, marriage was instituted so that man and his wife meaningfully partner with each other in prosperity and adversity, in happiness and in grief, bearing of one another's burden gladly. Hence, there must not be between you, bridegroom Boaz, and the bride Susan, any kind of relationship association that can polarize you. You must not entertain thoughts or cherish desires that lead to the ruin of your wedlock. Further, marriage prefigures good stewardship of the manifold grace of God, being a type of family in heaven. You should acknowledge that the present estate of marriage is temporary and the bridal chamber is passing. This estate of marriage points to an eternal groom and a lasting bridal chamber which you should await. The husband must fulfill his obligation towards his wife, and likewise the wife also to her husband. The wife does not have rights over her body, and the husband does. And likewise, the husband does not have the authority over his own body, but the wife does. Children are a natural part of any family, and rightly, you should find them as a heritage from the Lord and offspring a reward from Him. As a sacred trust, they must be nurtured in the fear of the Lord and the sound doctrine. They should be brought up in the chastisement of the Lord without exasperating them. More, they should be encouraged to live godly life. As marriage is an institution established by God, its violation should be taken in earnest. If there is any legitimate reason or objection against the celebration of this wedding, you are hereby demanded to declare it now before God who understands all minds and this august assembly, because any union outside God's will is illegitimate and married invalid.
Wherefore, now bow before God in all humility and pray that you may be enabled to discharge the responsibilities involved in marriage. As man and his wife, lawfully wedded, you should engage in personal prayer, participate in fellowship and the study of the word. You should conceive that your bodies are the temple of the Holy Spirit, and that the God may be glorified through your bodies. More, you should lead exemplary Christian lives in participating in worship service regularly and consistently partaking in the Lord's table. You should set apart at least a tithe from your income for the building of the kingdom of God and evangelization. You should contribute liberally towards the need of the church and the care for the economically weaker section and the marginalized. May the God Almighty assist and enable you. For the willingness to connect this man and his wife in marriage, and there are a couple of questions that you will ask and you to answer. The first question was to the below us. If your first question was answered, yes, I will. Yes, I will. Those will you accept this woman Susan as your wedded wife to live in the holiest state of marriage according to the ordinance of God? And the next question you need to answer yes, I do, let's accordingly. Yes, I do, let's accordingly. Will you pray before God on this assembly that you will love this woman Susan and cherish her all through your life, honor her in health and in sickness, in happiness and in sorrow, in prosperity and poverty, in weal and woe, and cleave only to her as long as you both live. This question is to the bride, Susan, and for the first question, answer this way. Will you accept this man, Boaz, as your wedded husband, to live in the holiest state of marriage according to the ordinance of God? And this question, for this question, you answer. Yes, I do. Yes, I do. Will you pray before God on this assembly that you love this man most, honor him in health and in sickness, in happiness and in sorrow, in prosperity and in poverty, in weal and woe, and cleave only to him as long as both you believe? രണ്ടുപേരും സമ്മതം പരസ്യമായി വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശേഷമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശേഷമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ശിശുനാഥനാമേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളുടെ രാജാവേ, നിനക്ക് സ്തുതി. നിന്റെ നാമം ശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടസ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടങ്ങളെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. അവിടുത്തെ വിശുദ്ധിയെ വന്ദിപ്പാനും തിരുമഹത്വത്തെ കീർത്തിപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. വിശുദ്ധ വിവാഹത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മക്കളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. സ്വർഗീയ മണവറയിൽ അങ്ങയോടുള്ള നിത്യസന്തോഷത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. സ്വർഗീയ മണവാളനാകണമേ. ഞങ്ങളുടെ പ്രമോദവും സന്തോഷ സമൃദ്ധിയും ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. അങ്ങയോടുകൂടെയുള്ള നിരന്തര സംസർഗത്താൽ ഞങ്ങളുടെ സകലങ്ങൾ മാഞ്ഞുപോകുകയും അവിടുത്തെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശിതരാകുകയും അങ്ങയുടെ ആത്മാവിന്റെ വ്യാപാരത്താൽ ഞങ്ങൾ നടത്തപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, ഇപ്പോൾ ബന്ധത്തിൽ ഏർപ്പെടുന്ന മണവാളൻ ബോസിനെയും മണവാട്ടി സൂസനെയും സ്വർഗീയ ദർശനം കൊണ്ട് പരിജ്ഞാനം കൊണ്ട് അലങ്കരിക്കണമേ. അവിടുത്തെ ആത്മാവിനാലുകളെ നിറയ്ക്കുകയും ആത്മീയ സൗന്ദര്യത്താൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ധാരാളമായ അനുഗ്രഹത്താൽ ഞങ്ങളെ സന്തുഷ്ടരാക്കണമേ. പിതാവും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങൾ ഏവരും അങ്ങേക്ക് എന്നും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. സകല വിശ്വാസത്തോടുകൂടി
സന്തോഷിക്കും ചെയ്യുമാറാകണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ആകയാൽ പ്രിയമക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിന്റെ ഭയത്തിന് അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ഭാര്യമാരെ കർത്താവിനെ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാച്ചുടുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കവുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവളുടെ ഭർത്താക്കന്മാരും തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരങ്ങളെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ലല്ലോ. ക്രിസ്തുവും സഭയെ ചെയ്യുന്നത് പോലെ അതിനെ പോറ്റി പുലർത്തുകയത്രേ ചെയ്യുന്നത്. നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. ഇത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും. ഇരുവരും ഒരു ദേഹിയാദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തരും തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു. അവർ തങ്ങളുടെ ആയുഷ്കാലം മുഴുവനും അന്യോന്യം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം തമ്മിൽ ശുശ്രൂഷിക്കുകയും ചെയ്യുവാൻ സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെയും ആത്മാവിനെ ഇവർക്ക് നൽകണമേ. സംശയത്തിന്റെയും സ്വാർത്ഥത്തിന്റെയും ആത്മാവിനെ ഇവരിൽ നിന്ന് അകറ്റിക്കളയണമേ. നിന്നാൽ ഇവർ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ ഇവർ വാഴ്ത്തുകയും തിരുസന്നിധിയിൽ നിന്ന് ഇവർ എല്ലായ്പ്പോഴും നിന്നെ സ്തുതിക്കുകയും ചെയ്യുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. With this ring, as a token of accepting you as my wedded wife, I honor you with my body, soul and mind. I declare you as the sole heir of all that I am and all that I have. My wealth and status in life. I vow before this assembly and in the presence of God
who searches all hearts, that according to the law of God, I will love, serve, satisfy, and cherish you in joy and sorrow, in weal and woe, in health and sickness, till death do us part. From this day forward, I will be yours, and you will be mine, and we together will be God's. To this, may the Almighty God help and support me. Amen. God bless you. I, Susan, adorn you both with this ring as a symbol of accepting you as my wedded husband. I give you all that I have. I vow before this assembly and in the presence of God, who searches all hearts, that according to the law of God, I will love, serve, obey, satisfy, and cherish you in joy and sorrow, in weal and woe, in health and sickness, till death do part us. From this forward, I will be yours, and you will be mine, and we together will be God's. I pledge that your God is my God, your people is my people, and I will not leave you except in death. May God the Father, God the Son, and God the Holy Spirit help and assist me. Amen. Thank you. God bless you. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിൽ ഈ വിശുദ്ധ സഭയുടെ മുമ്പാകെ ഞങ്ങൾ അന്യോന്യം ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ പ്രകാരം ഭാഗവതരായിരിക്കുന്നു. ആ പ്രതിജ്ഞ ജീവപര്യന്തം പരിരക്ഷിക്കും. ദൈവമായ കർത്താവ് നിങ്ങളെയും ഇവരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ദീർഘകാലം സന്തോഷം ചേർന്നു വസിച്ചിടാം. വിശുദ്ധാത്മാവേ വന്നു ആശീർവദിക്കണേ. സൗഭാഗ്യം ചേരട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സുവിശേഷം 19 അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാർ അവന്റെ അടുക്കൽ വന്നു. ഏത് വ്യാപനത്തിന്റെയും ഭാര്യ ഉപേക്ഷിക്കുന്ന വിധമോ എന്നവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിനവൻ സൃഷ്ടിച്ചവൻ ആദ്യം അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അവനത്തെ മനുഷ്യനപ്പനെയും അമ്മയെയും കൊണ്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരുമെന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന ഉത്തരം പറഞ്ഞു. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഇവർ സ്വീകരിച്ചിരിക്കുന്ന മോചനങ്ങളാൽ ഇവരുടെ നിങ്ങളുടെ സ്നേഹവും യോജിപ്പും
സമാധാനവും സന്തോഷവും ഭിന്നിച്ചു പോകാത്ത ഐക്യവും ഇവർക്ക് ഉണ്ടായിരിക്കണമേ. ആത്മാവിലും ശരീരത്തിലും അന്യോന്യം വിശുദ്ധിയെ കാത്തുകൊള്ളുവാൻ ഇവരെ നീ ശക്തിപ്പെടുത്തണമേ. തങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാനത്തിൽ കാക്കുകയും ചെയ്യുവാൻ ഇവർക്ക് സഹായിക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇനിയും ആവശ്യപ്പെടുന്നത് നൽകിയിരിക്കാം. ഈ വിശുദ്ധ ശുശ്രൂഷണത്തോളം അനുഗ്രഹിച്ച ദൈവത്തോളം അനുഗ്രഹിക്കും. ഈ മണവാളം തനിക്കുള്ളതെല്ലാം നൽകിക്കൊണ്ട് ഈ മണവാട്ടിയെ തന്റെ അധീനതയിലും സംരക്ഷണത്തിലും ഭാര്യയായി ചേർത്തിരിക്കുന്നു എന്നതിന്റെ ആചാരമായി അവനും തന്നെയും തനിക്കുള്ള സകലത്തെയും തന്റെ ഭർത്താവിനുള്ള പരിപൂർണ്ണ വിശ്വാസത്തോടുകൂടെ അവരിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പായി ഇവയെ അവൾക്കുമാക്കി തീർക്കണമേ. അവർക്കായി നീ ഒരു ഭവനത്തെ ഒരുക്കുകയും അവരുടെ കുടുംബത്തിന്റെ തലവനും ഉടമസ്ഥനുമായി നീ എന്നും അവരോട് കൂടെ വസിക്കുകയും ചെയ്യണമേ. അവരെയും അവരുടെ കുടുംബങ്ങളിലെ എല്ലാ അംഗങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ഇതപര്യന്തമുള്ള ജീവിതത്തിലും വളർച്ചയ്ക്കും വിജയത്തിനും കാരണബോധനും സഹായികളുമായി തീർന്നിട്ടുള്ള എല്ലാവരെയും നീ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവേ, നീ ഇവർക്ക് നീതിയുള്ള മക്കളെ ദാനം ചെയ്യണമേ. നീ ഇവർക്ക് നൽകുന്ന പൈതങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും നൽകത്തക്കവണ്ണം ക്രിസ്തീയ ഭക്തിയിലും സ്വഭാവത്തിലും പരിശുദ്ധാത്മ നിറവിലും പരിജ്ഞാനത്തിലും വളർത്തപ്പെടുവാൻ ഇവർ ദൈവത്തെ കൊടുത്ത സ്നേഹത്തോടും മാതൃകാപരമായ ജീവിതത്തോടും ദീർഘകാലം ഒരുമിച്ച് വസിപ്പാൻ ഇവർക്ക് നീ കൃപയരുമാറാകണമേ. വിവാസമായി
അവൻ കൃപ ചെയ്യണമേ. സകല വിചാരങ്ങളെയും അറിയുന്നവന്റെ മുൻപാകെ മാത്രമേ
അവിടുത്തെ അനുഗ്രഹീത വചനം പോലെ ഞങ്ങൾക്ക് ഈ ദിവസം പ്രത്യേകിച്ച് ഞങ്ങൾ പല നാളുകളായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തു. ബോവസിന്റെയും സൂസിന്റെയും വിവാഹം ഈ ആലയത്തിൽ ഭംഗിയായി നിവർത്തിക്കപ്പെടുവാൻ, അനുഗ്രഹമായി നിവർത്തിക്കപ്പെടുവാൻ സ്വർഗം പ്രസാദിച്ച മനുഷ്യനായിരിക്കുന്ന നന്നതെന്ന് കണ്ട ദൈവം തക്കതുണയായിരിക്കാൻ അവരെ തമ്മിൽ നീ ഒരുമിപ്പിച്ചു, ഒന്നാക്കി. ഇനി മേലാൽ രണ്ടല്ല എന്നത്രേ. ആ വിശുദ്ധ ബന്ധം സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തതയിലും കാത്തുകൊള്ളേണ്ടതാണെന്നുള്ള പ്രബോധനം നിന്റെ മക്കൾക്ക് ലഭിച്ചു. തിരുവചനത്തിന്റെ നല്ല പ്രബോധനങ്ങളാൽ ഇനിയും പ്രബോധിപ്പിക്കപ്പെട്ട ഭൂമിയിൽ സ്വർഗത്തിന്റെ നിഴലായി നല്ലൊരു കുടുംബം കെട്ടുപണി ചെയ്യുക. എൻ്റെ മക്കളുടെ പേരിൽ നിന്റെ അനുഗ്രഹ ആശംസകൾ മണവാളുടെ മാതാപിതാക്കളായ ജോസിനെയും ശോശാമയും മക്കളെയും, അതുപോലെ മണവാട്ടിയുടെ മാതാപിതാക്കളായ എബിയെയും സുജിയെയും സഹോദരങ്ങളെയും, അവരോട് ബന്ധപ്പെട്ടവരായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ വയ്ക്കുന്ന കർത്താവേ, ഞങ്ങളുടെയൊക്കെ ആയുസ് എത്രയും അല്പകാലം മാത്രം ഉള്ളതെന്ന് ഞങ്ങൾ ഓർക്കുവാനും, എന്നാൽ ഈ മണവാട്ടിയെ ഇന്ന് തൻ്റെ അവകാശത്തിലേക്ക് സ്വീകരിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി സ്വജീവനെ അർപ്പിച്ച് വീണ്ടെടുത്ത് സ്വന്തമാക്കിയിരിക്കുന്ന ഞങ്ങളുടെ അനുഭവമായ കർത്താവ് ആകാശ മേഘങ്ങളെ വാഹനമാക്കി വേഗം വരും. അവൻ്റെ വരവിങ്കൽ തന്നോടുകൂടെ ചേർക്കപ്പെടുന്ന വിശുദ്ധ മണവാട്ടി സഭയുടെ അംഗമായി വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള ഉറപ്പോടെ ജീവിക്കാനിടയാണ്. ഈ മണവാളത്വം താൽക്കാലികവും ഈ മണവറ നീങ്ങിപ്പോവുകയും ആണെങ്കിൽ നീങ്ങാത്തൊരു മണവാളനും മാറിപ്പോകാത്തൊരു മണവറയും ഞങ്ങൾക്കുണ്ട്. ആ ഭാഗ്യ പ്രത്യാശയിൽ ഉണർന്നിരിക്കാൻ ഇവരെയും ഉത്സാഹിക്കും. ഇതൊന്ന് പിരിയുമ്പോൾ എൻ്റെ സാന്നിധ്യം കൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ കൂടെ നിന്ന് സഹായിച്ച എല്ലാ വന്യ വൈദികർക്കായും സ്തോത്രം. അവരുടെ ശുശ്രൂഷ രംഗങ്ങളെയൊക്കെ ആശീർവദിക്കണം. ഞങ്ങൾ ചേർന്ന് വന്ന് ശുശ്രൂഷ നടത്തുന്ന ഈ കീഴിലും സെന്ററിനെയും ഇവിടുത്തെ ഈ ആലയത്തെയും ഇവിടുത്തെ ശുശ്രൂഷകളെയും ഒക്കെ ഓർക്കുന്നു. ഞങ്ങൾക്ക് മേൽ എൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. ഇവിടെ നിന്ന് പിരിഞ്ഞ് റിസപ്ഷനിലേക്ക് പോകുമ്പോൾ അവിടെയും നടക്കുന്ന കാര്യങ്ങളൊക്കെ ശരീരത്തിന് പ്രസാദകരമായി തീരണം. കർത്താവെ, തിന്നാനും കുടിച്ചാലും എന്ത് ചെയ്താലും മഹത്വത്തിനായി ചെയ്യുക എന്നുള്ള വചനം പോലെ ആയിരിക്കാം. സകലത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായി വ്യാപരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹ ആശംസകൾ അവരോടും കൂടെ ഉണ്ടാകുമാറാകണമെന്ന് ക്രിസ്തു യേശു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. ആകാശവും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ ഒരുങ്ങുന്ന പങ്കെടുത്ത ഏവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപകൾ, അനുഗ്രഹങ്ങൾ, ആശീർവാദങ്ങൾ ഏവരോട് വിശേഷ വിവാഹിതരായിരിക്കുന്ന മണവാളൻ ഓർസിനോടും മണവാട്ടി സൂസിനോടും കൂടെ ഇന്നും സദാകാലവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Shine upon and be gracious, Lord, goodness is good to and give peace. Lord, bless you and keep you, make His face shine upon and be gracious to the Lord, turn His face towards you and give you peace. Children and your children and the children, His presence go before you and behind you and beside you, all around you and within you. He is with you, He is with you in the morning, in the evening, in your coming and your going, in your weeping.
He's for you, 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 he's for you. Amen. He's completed his BCom and MBA
warehouse supervisor with a Gulf Medical, and he is multi-talented. I will vouch for that. He's an amazing drummer and an amazing cook. He's a chef. Loves God, loves people, loves kids. Now I'm going to say something what Boaz has asked me to say. He wants a soccer team. So all the best, Susan. A mini soccer team, all right. A mini soccer team is what he says. All right. Since Boaz asked me to introduce him, I was quite skeptical because I'm his cousin and we only get to meet once in a blue moon when we come for vacation. And he, of course, brought up in bed, like he said, he's no Indian, he's a Behrani, and I'm an Indian wholeheartedly. So we only got to meet during the vacations and very occasionally. But I have a few memories with Boaz, very few. As a little boy, I remember feeding him with him, Manohar, and all of them sitting around and feeding him. I don't know if Boaz remembers that. But then I remember when they came as a family to Hyderabad. That was a sweet memory that we have together. And then of course, my wedding. Though we couldn't spend time together, but then you being there. And the biggest surprise that Boaz was given for me personally was after I delivered my second child, when Abigail was born. He gave a big surprise at the door and he was there to see the little one, and I was so happy. So Boaz, thank you. That is cherished memories of you. But this is about me and him, and so that's all that I have. But except for when you called me and asked me how to make pizzas. I remember that too. Alright, so what I did was, because I was didn't know so much to talk about Boaz, I decided to catch hold of the closest little sister of his who is missing over here. And so, because we all miss her, and I know Boaz misses here with all his heart, and she's missing here, Achu. And Achu has written out some things for Boaz. So I'm going to read that out for you, Boaz, and for all of you to know a little bit of Achu's Boaz Cha. Growing up with Boaz Cha was like being the unpopular sibling of the celebrity guy. Everyone in school, from teachers to primary school students, knew him. And by extension, me. I was always the band in charge's sister. While he was in charge, he has his charm. He always been really possessive of his siblings, especially his sister. Yes, that means he has chased of little boys who teased me or be interested in me. As far as he was concerned, I am his first love. And no one gets to take that. This is what she wrote and said, but then Susan, she told me something. I am wholeheartedly believing that Susan Chechi is going to take that place. So, he and a gang of his friends would march into my class on my birthday and just pamper me with so much of love, and the rest of the class would be terrified of all the high school student council contact this 6-year standard girl had. He and his friends ruled students' council those days. Funny instances in school. One of Boaz's and Manicha's teacher was my class teacher in 10th standard. And when my dad walked in for PTA, she knew she'd met him before. He told her I was their sister, and she literally just laughed out saying, "There's no way Aksa is their sister. Her reasoning, her grades are as good while her brothers are just making it." Funny how DNA and our own dad's testimony wasn't enough to convince her. When my school decided to hold classes during the weekend, but he had told the school, that his boys had told the school, his sister would be home with him every weekend, and if they didn't allow that, he would sue them. He was kidding, but have you seen this guy? He is enough to frighten a bunch of priests and nuns. The school had to prop the plans for weekend classes, and 32 of my classmates are still very grateful because a sibling did something all their parents didn't have the courage to do. So thanks, Boaz, for being a good brother. Favorite memory of Aksa? We were home one summer day, just an altogether boring day. Till he had said,
makes amazing food, and even now as she is out there alone having to manage her own food, she calls him and if she asks him for a suggestion about what to make or something that she has seen and she's going to cook, she comes up with this words will just tell her, forget it, don't work too hard for that, I'll give you a better recipe, and he will give a simpler recipe. But alright, so that is what Aksa had to say. All my life I've been known as Boaz's sister, and the first time someone referred to me as Aksa's brother, I think I almost cried. Finally, I had reached the level of popularity and forever cherished the tag of being Boaz's little sister. The secret of a happy marriage remains secret. That's what Henny young man said. But a wise woman, Adeline Amari, said this. The secret of a happy marriage is to know that happiness is not going to come from each other. It comes from God, and you share that happiness with each other. So, Boaz and Susan, congratulations. Hello everyone. It is my privilege to introduce you our beautiful bride. Now, all of you know the bride as Susan Evie Thomas, but in our close-knit family, she is known as Noni. So, for the record, she is the oldest granddaughter on both sides of the family, and so all of us cousins call her Noni Chechi. Noni Chechi was born in Gujarat to Abhi Thomas and Sujha Evie, where she spent most of her childhood. She completed her higher secondary education in Berlin and graduated from the All India Institute of Speech and Hearing in Mysore. She has hence been practicing in Bangalore for 3 years. Now, apart from work, Noni Chechi enjoys art and spending time with family, and I remember that she used to complete a good number of art drawings and colorings when we were children. Remember when we were young, breaking every rule they made. I never changed what we done. It made us who we are today. I'm taking every chance I get to make us who you won't forget. Who we are, who we are. This is what we started. This is what we started. They can't hold us down. They'll never be, never be, never be, never be us.
Remember we used to run to the corner of 69. Yeah, they would come chasing us. We find a new place to hide out, making our plans to break out. Give me your hand and they will know who we are. This is what we started. This is what we started. They can't hold us down. They'll never be us. Never be us. Unrelenting, overwhelming, your love poured out over us, ever constant, overflowing, your heart reaching out to us, like the tide is to the moon. You pull me close to you, ever close to you. I will trust in you to move and pull me close to you, ever close to you, ever closer. Unrelenting, overwhelming, your love poured out over us, ever constant, overflowing, your heart reaching out to us, like the tide is to the moon. You pull me close to you, ever close to you. ആശ്രയം നീ മാത്രമെന്നാശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. ആശ്രയം നീ മാത്രമെന്നാശയിൻ പ്രകാശമേ, ആശിഷം നിൻ കാരുണ്യമേ. യേശുവേ എൻ പ്രാണനായക, ജീവനെനിക്കേകിയോനേ, എൻ സങ്കടങ്ങളറിഞ്ഞെന്റെ വൻകടങ്ങൾ തീർത്തന്റെ കണ്ണുനീർ തുടച്ചല്ലോ നീ. Unless the Lord watches over the city, the dark stand watching late. He made you rise early and sleep late. Children are a heritage from the Lord. Offspring is a reward from you. Like arrows in the hands of the warrior are children born in one's youth. Blessed is the man whose pure is full of them. They will not be put to shame when they contend with their opponent in court. Most gracious, loving Heavenly Father, we thank you for this evening. We thank you for this special day that we are looking forward, we are anticipating and praying. Thank you for blessing us this day, the wedding of our dear children. We thank you for being with both families and the way you have blessed them. Thank you for all the protection you have granted to all those who have been traveling from various directions. We thank you that today we can stand here in this house together and glorify your name. We commit for Rose and Susan their loving care. We pray that as they build their life, as you read in the passage, they may labor with the Lord and pray that they may find the rest that they needed in God. May bless them and
and be a blessing to the community, to the church, where we will be praising them. We thank you. Bless both families. Now as we depart, send us to the blessing. We pray that your hand be upon all of us till we meet again. In Jesus' precious name we pray. Amen. Our Father, who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, as it is in heaven. Give us this day our daily bread. Forgive us as you forgive us. Lead us not into temptation, but deliver us from evil. Thy is the kingdom, power and glory, forever and ever. Amen. And of the grace of our Lord Jesus Christ, the love of God the Father, and the sweet communion and the fellowship of the Holy Spirit rest and abide with all of us, especially Boaz and Susan, now and forevermore. Amen.